അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോയാൽ പോയിന്റ് പാർട്ടിക്കിൾ ഓഫ് ചാർജ് ക്യൂസ് ലൊക്കേറ്റഡ് യെസ്. ഈ പി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചാർജ് ഉണ്ട്. സോറിയാ, അവിടെ 1 എന്ന് പറഞ്ഞ ഡൈപോളിന്റെ ആക്സിസിലാണത്. ഇനി ദ പോയിന്റ് പി ഇസ് ആൾസോ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് സെക്കൻഡ് ഇലക്ട്രിക് ഡൈപോൾ 2 അറ്റ് എ ഡിസ്റ്റൻസ് ആർ. ഈ ഡിസ്റ്റൻസ് ആർ ആണ്, ആ ഡിസ്റ്റൻസ് ആർ. അതാ രണ്ട് ഡിസ്റ്റൻസ് ആർ ആണ്, ഈ ഡിസ്റ്റൻസ് ആർ ആണ്. എന്നിട്ട് പറഞ്ഞു ഫോർ ദ ചാർജ് പാർട്ടിക്കിൾ അറ്റ് പി നോട്ട് എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ്, അത് ഇക്വിലിബ്രിയത്തിലാവണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെസസറി ഡിസ്ക്രൈബ്സ് ദ സിറ്റുവേഷൻ. ഇക്വിലിബ്രിയം നേട്ടാൻ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇവിടെ നോക്കുക, ഡൈപോൾ 1നെ സംബന്ധിച്ച് ഈ പോയിന്റ് ആക്സിയൽ പോയിന്റ് ആണ്. ആക്സിയൽ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ് പോസിറ്റീവ് ചാർജ് ആണ് ഫോഴ്സ് വരിക. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് F1 വിളിക്കാം, ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട്? QE ആക്സിയൽ. ഇനി രണ്ടാമത്തെ ഡൈപോളിനെ സംബന്ധിച്ച് നോക്കാം. രണ്ടാമത്തെ ഡൈപോളിനെ സംബന്ധിച്ച് ദ ഡൈപോൾ മൊമെന്റ് ഈസ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഈസ് ദ ഇക്വറ്റോറിയൽ പോയിന്റ്. ഇക്വറ്റോറിയൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. അപ്പം ഇങ്ങോട്ട് വരണം. അപ്പോൾ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് വരണം. ദാറ്റ് F2 ഈസ് ഇക്വൽ ടു Q ഇൻടു ഇക്വറ്റോറിയൽ. ഇക്വിലിബ്രിയം ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന്റെ വാല്യൂ ഈക്വൽ ആവണം, കാരണം ഓപ്പോസിറ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നിൻ്റെ ആക്സിയലും മറ്റേൻ്റെ ഇക്വറ്റോറിയലും സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ആൻസർ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇക്വറ്റോറിയൽ ഇക്വേഷൻ KP ബൈ ഈ ആക്സിയൽ 2kp/r³ ആണ്. ഇവിടെ വരുന്നത് KP/r³ എന്നൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ പ്രശ്നമാവും. അല്ലെങ്കിൽ പിന്നെ വരാനുള്ളത് എന്താ പറയുക, ഷോർട്ട് ഡൈപോൾ അല്ലാന്ന് വെക്കേണ്ടി വരും. ഷോർട്ട് ഡൈപോൾ അല്ലെങ്കിൽ ഇക്വേഷൻ വരുന്നത് KPR/r² - a²² ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? KP/r² + a² 3/2. അത് വെച്ച് ചെയ്താൽ ഇവിടെ ആൻസർ ഇല്ല. ബോണസ് മാർക്കായിട്ടാണ് നിങ്ങൾക്ക് NTA തന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ അധികം പോകില്ല. ഫൈൻ, ചെയ്യേണ്ട പത്ത് എടുത്തില്ല. ഇത് തെറ്റാന്ന് ഉറപ്പാണ്. അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആക്ച്വൽ ഇക്വേഷൻ എഴുതണം. ആക്സിലിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ എഴുതിയാൽ ഇവിടെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റൂല. റൈറ്റ്, ഐ എം റിയലി സോറി ടു സേ ദാറ്റ്.